AMMA താരസംഘടന അമ്മയിലെ ഒരു ചെറിയൊരു പ്രശ്നം, അതായത് ആ സംഘടനയ്ക്കുള്ളിൽ തീർക്കേണ്ട ഒരു ചെറിയൊരു വിഷയം ഇത്രയധികം പെരുപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചയാക്കിയ ഒരൊറ്റ കഥനമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കാരണം ഇത് 18 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഖ്യയെ പ്രണയിച്ച് ഈ പഴയ ഡ്രസ്സ് മാറിയിട്ട് പുതിയ വസ്ത്രത്തിലേക്ക് കയറിയിട്ടുള്ള ഒരു സാധനമാണ്. ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ 2020യുടെ ഭാഗമായി സംഘപരിവാർ പ്രസ്ഥാനത്തിൽ കയറി BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ നോക്കി. പക്ഷെ വോട്ട് ലിസ്റ്റിൽ പോലും സ്വന്തം പേരില്ലാത്ത ഒരു അധഭാഗ്യത. മമ്മൂക്കായും ലാലേട്ടനും ഒക്കെ പോലുള്ള വലിയ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുള്ള ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അൻസിബയും ടിനി ടോമും തമ്മിലുള്ള ഒരു വിഷയം, ആ വിഷയത്തെ ഇത്രയധികം പൊലിപ്പിച്ച് വലിയ ചർച്ചയാക്കിയതും ഈ ഒരു കൂതറ സാധനം തന്നെയാണ്. പിന്നെ ഇവിടെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നമ്മളെടുത്ത് പറയേണ്ട. സ്വന്തം സഹപ്രവർത്തകയായിട്ടുള്ള ഒരു നടിയോട് പറഞ്ഞിട്ടുള്ള ഓഡിയോ ക്ലിപ്പൊക്കെ ഇന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. കുത്തിയിരുന്ന് പ്രാകുമായിരുന്നു ഈ ഒരു വൃത്തികെട്ട കൂതറ. അതായത് സ്ത്രീകൾക്ക് പോലും അപമാനമാണ് ഈ ഒരു സാധനം. ടിനി ടോം എന്ന് പറയുന്ന ഈ വേട്ടാവളി, ഇവനെ കുറിച്ച് നമ്മുടെ ശാന്തിവള ദിനേശൻ പറഞ്ഞതല്ലോ, കറക്റ്റ് കാര്യമാണ്. കാരണം പുരുഷവേശി എന്നാണ് നമ്മുടെ ശാന്തിവള ദിനേശൻ ആ വേട്ടാവളിനെ വിളിച്ചത്. സത്യത്തിൽ ഇവൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഇവൻ പറഞ്ഞിട്ടുള്ള കോമഡികളൊക്കെ ഒരു 2 മണിക്കൂർ ഇവൻ തന്നെ റൂമിലിരുന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൻ സ്വയം തലതല്ലിച്ചാകും. അമ്മാതിരി കോമാളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇവൻ വേറെ എന്തോ ഒരു സാധനമാണ്. ഇവൻ്റെ മകൻ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീടിൻ്റെ വാതിൽക്ക് നിന്നുകൊണ്ട് കാണിച്ച മാസ്മരിക പ്രകടനമൊക്കെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും ഈ അൻസിബയ്ക്കെതിരെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസുമായിട്ടാണ് ലെവൽ വന്നിരിക്കുന്നത്. അത് ഈ സംഗണിച്ച് വന്നിരിക്കുന്നത്. സംഗണിച്ച് എന്താ പറയുന്നത് എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ അൻസിബ കൊടുത്ത പരാതിയിൽ മേൽ ഇതുവരെ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അതായത് അൻസിബ മതപരിവർത്തനം നടത്താൻ പ്രേരിപ്പിച്ചു എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് അൻസിബയ്ക്കെതിരെ ഈ ടിനി ടോം എന്ന് പറയുന്ന ലവൻ നടത്തിയിരിക്കുന്നത്. അത് തികച്ചും അൻസിബയ്ക്ക് മാത്രം വരുന്നൊരു പ്രശ്നമല്ല, അത് ഒരു കമ്മ്യൂണിറ്റിയെ മൊത്തത്തിൽ വരുന്നൊരു വിഷയം തന്നെയാണ്. കാരണം ഈ അൻസിബ എന്ന് പറയുന്ന ഈ ഒരു സിനിമാ നടി ഈ എന്താ പറയുക, മുസ്ലിം ചട്ടക്കൂടിൽ ജീവിക്കുന്ന ഒരു പെണ്ണൊന്നും അല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിക്കാരൊരു സിനിമാ നടിയാണ്, അമ്പലങ്ങളിൽ പോകാറുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോകാറുണ്ട്, അങ്ങനെ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ്. പിന്നെ അവൾക്ക് പിന്നെ എന്തിനാണ് ഒരു മതപരിവർത്തനത്തിൻ്റെ ഒരു ആവശ്യം? അപ്പം ഇതിനകത്ത് മനഃപൂർവ്വം കോലിട്ടിളക്കാൻ വേണ്ടി ശ്രമിച്ച ഇവൻ്റെ കൂടെ നിൽക്കുന്ന ഇവരെ പോലുള്ള ചില കൂതറകളും ഇതിൻ്റെ പിന്നിൽ വലിയൊരു കളിയാണ് കളിച്ചുകൊണ്ട്. ഈ സിനിമ വ്യവസായം അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ ആ സംഘടന, അമ്മ എന്ന് പറഞ്ഞ സംഘടന മാറ്റിയിട്ട് നമ്മുടെ ശാന്തിവള ദിനേശൻ പറഞ്ഞ കണക്ക് ആ പേര് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ യോജിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമുക്ക് അൻസിബ പറയുന്നത് കേട്ടിട്ട് അവളുടെ ലേറ്റസ്റ്റ് ഒരു കൊണേടി വന്നിട്ടുണ്ട്, അതൊന്ന് കേട്ടു നോക്കിയോ. എൻ്റെ വീട്ടിലുള്ളവരായിട്ട് പോലും എനിക്ക് അവിഹിത ബന്ധമുണ്ട്, എനിക്കത് പബ്ലിക്കലി പറയാൻ പോലും പറ്റുന്നില്ല. അത്തരത്തിലാണ് എന്നെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞതൊക്കെ ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കണം എന്ന് പറയണത്? അതെനിക്ക് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും ക്ഷമിക്കുകയില്ല, മറക്കുകയില്ല. കാരണം ഒരാളോടും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ വ്യക്തിക്കും അവരുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദന അറിയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കി. അൻസിബ വിചാരിച്ചാൽ തകർന്നു പോകുന്ന ഒരാളല്ല ലക്ഷ്മിപ്രിയ. പക്ഷേ അൻസിബയുടെ പിന്നിൽ കൃത്യമായിട്ടും അജണ്ടയുണ്ട്. ഇവിടുത്തെ മതവർഗീയവാദികൾ അൻസിബയുടെ പിന്നിൽ ഉണ്ട് എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. അതായത് ഞാൻ പരാതിയായിട്ട് കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കാര്യം ഒന്ന് അന്വേഷിച്ച് പറയണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് ഞാൻ കൊടുത്തത് ഒരു ഗൗരവമുള്ള പരാതിയാണെന്നും ഇത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് പരിഹരിക്കാവുന്ന ഒരു സ്ഥലം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ തൃപ്പൂണിത്തുറ വനിതാ സെല്ലിലേക്ക് പോയതും കംപ്ലൈൻറ്റ് കൊടുത്തതും. അല്ലാതെ എൻ്റെ പരാതി ഒരു കാര്യഗൗരവമുള്ള പരാതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഒരു പരാതി എങ്ങനെയാണ് വ്യാജമാകുന്നത്? എങ്ങനെയാണ്? ഒന്നുകിൽ നമ്മൾ അവരെ പറ്റി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യതയില്ലാത്തതും അവ്യക്തമായതുമാവണം, അല്ലേ, വ്യാജമായതാവണം. ഇത് രണ്ടും ഇല്ലല്ലോ. എനിക്ക് എന്താണോ വന്നിട്ടുള്ളത്, അൻസിബയിൽ നിന്നും എനിക്ക് എന്താണോ നേരിട്ടിട്ടുള്ളത്, ആ കാര്യം വെറും 4 വരിയിൽ ഞാൻ പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മുൻപ് ഞാൻ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ അതിന്
അതിനെ ഒരു പരാതിയായിട്ട് പോലും പറയാൻ പറ്റില്ല. എൻ്റെ ഒരു വിഷമം, എനിക്ക് അതുകൊണ്ടുണ്ടാക്കിയ പ്രശ്നങ്ങൾ, അത് മാത്രമേ ഞാൻ എൻ്റെ പരാതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ ഗൗരവപൂർണ്ണമായിട്ട് എടുക്കണമെന്നോ ചർച്ച ചെയ്യപ്പെടണമെന്നോ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ പോലും ഞാനത് പറയാതെ ഇരുന്നത്. തീർച്ചയായിട്ടും ഞാൻ സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതായത് ഇത് എന്നോ കഴിഞ്ഞു പോയി, പരസ്പരം രണ്ടുപേരും ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോയ ഒരു കാര്യമാണ്. ക്ഷമ പറയുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമാണ് നമ്മുടെ തൃപ്പൂണിത്തുറ വനിതാ സെൽ SI രേഷ്മ മാഡത്തിൻ്റെ ഭാഗത്ത് നിന്ന് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ളത്. ആകെ 20 മിനിറ്റ് സമയം മാത്രമാണ് അൻസിബയും ഞാനും എല്ലാവരും കൂടി ഒരുമിച്ച് മാഡവും ഒക്കെ കൂടി ഇരുന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അൻസിബയുടെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും അൻസിബ പറഞ്ഞ മാതിരി റിപ്പോർട്ട് തയ്യാറാക്കാം എന്ന് പറയുകയും ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ്. ബാക്കി 35 മിനിറ്റ് 20 സെക്കൻഡ് സമയത്തോളം എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുകയാണ് ചെയ്തത്. അത് വിലപ്പെട്ട റെക്കോർഡായിട്ട് നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു. നമ്മളുടെ നിരപരാധിത്വം അതിൽ തെളിയിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇത് എന്നോ കഴിഞ്ഞ ഒരു കാര്യമാണ്. ജനുവരി 30-ാം തീയതി കഴിഞ്ഞതാണ്. എന്നിട്ട് മെയ് പകുതിയോട് കൂടിയിട്ട് പുതിയ പുതിയ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ പൊതു സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിൽ വലിയൊരു വിവാദമാക്കി കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ തീർച്ചയായിട്ടും കൃത്യമായ അജണ്ടയുണ്ട്. അത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പൊ ചേച്ചി പാവമാണ് കേട്ടോ. അതായത് ഒരു സംഘടനയുള്ള ഒരു വിഷയമുണ്ടല്ലോ, 10 മിനിറ്റ് കൊണ്ട് ചേച്ചി പോലീസ് സ്റ്റേഷനിൽ തീർക്കാൻ വേണ്ടിയാണ് ചെന്നത്. ഈ സംഘടനാ പ്രവർത്തകർ അല്ലെങ്കിൽ അൻസിബ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഈ സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പർ കൂടിയാണ്. അപ്പൊ ഈ സംഘടനയിൽ തീർക്കേണ്ട ഒരു വിഷയം പുറത്തേക്ക് കൊണ്ടുപോയി ഇട്ടുകൊടുത്തതും ഈ ചേച്ചിയാ. സത്യസന്ധമായ ഒരു ചേച്ചി കേട്ടോ, നല്ല പാവമാണ്. കുഞ്ഞ് വെറും പഞ്ചപാവമാണ്. അപ്പൊ ഈ കുഞ്ഞ് ഈ കേസ് കൊടുത്തപ്പോഴേ അൻസിബയെ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ അടക്കം 3 മണിക്കൂറോളം അൻസിബയെ ഹരാസ് ചെയ്തു എന്നാണ് അൻസിബ പത്രക്കാരോട് തുറന്നു പറഞ്ഞത്. എന്താണെങ്കിലും ഇവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കുറെ കൂതറ സാധനങ്ങളെല്ലാം കൂടെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ സൽപ്പേര് കളഞ്ഞു എന്ന് വേണം പറയാൻ. മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ എത്രയോ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരുള്ള ഈ ഒരു സംഘടന അൻസിബയുടെ കൂടെ നിൽക്കുന്ന ആകാണ്ട് 5-6 പേരാകാണ്ടാണ്. കുക്കു പരമേശ്വരനും അതുപോലെ മാലാ പാർവതിയെ പോലുള്ളവരും നമ്മുടെ ആസിഫ് അലിയെ പോലുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് അൻസിബയുടെ ഭാഗത്ത് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ഈ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന വേട്ടാവളിയുടെ നേതൃത്വത്തിലുള്ള കുറെ ആളുകൾ ഇവർക്ക് പിന്നെ നിൽക്കുക. എന്തോ വലിയൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു. കാരണം അൻസിബയ്ക്ക് പിന്നിൽ മത തീവ്രവാദികളുടെ കൈകളുണ്ട് കേട്ടോ. സൂഷി തൈബ പോലെയും ജെയ്ഷെ മുഹമ്മദിനെ പോലുള്ള തീവ്ര സംഘടനകളുടെ കറുത്ത കൈകൾ അൻസിബയുടെ പുറകിലുണ്ട് എന്നാണ് ചേച്ചി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ചേച്ചിയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും തകർന്നു പോകുന്ന ഒരു സാധനമൊന്നുമല്ല. അങ്ങനെ പെട്ടെന്നൊന്നും നീ തകർന്നു പോകില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഒരു സമുദായത്തിൽ ജനിച്ചിട്ട് ഏതോ ഒരു സംഖ്യ വേട്ടാവളിയെ പ്രണയിച്ച് അങ്ങോട്ട് മതത്തെ തള്ളിപ്പറഞ്ഞ നീ അങ്ങനെ പെട്ടെന്നൊന്നും പോവുക, അങ്ങനെ പെട്ടെന്നൊന്നും നീ പോകത്തില്ല. സത്യസന്ധമായിട്ടുള്ള ചേച്ചി സത്യത്തിന്റെ മാർഗത്തിൽ നിൽക്കുന്നതുകൊണ്ട് ചേച്ചി ഒരുപാട് നാൾ ഇങ്ങനെ നിൽക്കും. എന്തായാലും ചേച്ചി അവിടെ അങ്ങ് നിൽക്കട്ടെ. എന്താണ് ഇനി ബാക്കി വരാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.